ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കല്ലലില്ലി എന്ന സസ്യത്തെ പറ്റിയാണ്. കല്ലലില്ലി ഒരു മനോഹരമായ അലങ്കാര സസ്യമാണ്. ലളിതവും ആകർഷകവുമായ ചുണ്ട് പോലെയുള്ള പുഷ്പങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. പേരിൽ ലില്ലി ഉണ്ടെങ്കിലും ഇത് യഥാർത്ഥ ലില്ലി വർഗത്തിൽ പെടുന്നില്ല. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെൻഡെ ഡിസ്കിയ എന്നാണ്. ഇവയുടെ ഉത്ഭവം ദക്ഷിണ ആഫ്രിക്കയിലാണ്. ഈ പുഷ്പത്തിൻ്റെ നിറങ്ങൾ വെള്ള, മഞ്ഞ, പിങ്ക്, പർപ്പിൾ, ചുവപ്പ്, ഓറഞ്ച് എന്നിവയൊക്കെയാണ്. വേനൽക്കാലം, വസന്ത കാലാവസാനം എന്നിവയാണ് ഇവയുടെ പുഷ്പകാലം. റൈസോം ഭൂഗർഭ തണ്ട് വഴിയാണ് ഇവയുടെ വളർച്ച. നല്ല വെളിച്ചമുള്ള ഇടം വേണം. നേരിട്ടുള്ള കഠിന സൂര്യപ്രകാശം ഒഴിവാക്കുക. മണ്ണ് എപ്പോഴും അല്പം ഈർപ്പമുള്ളതാകണം. വെള്ളം കെട്ടി നിൽക്കരുത്. പോഷക സമൃദ്ധവും വെള്ളം നന്നായി ഒഴുകി പോകുന്നതുമായ മണ്ണ് ആവശ്യമാണ്. 15-25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുയോജ്യമാണ്. കഠിനമായ തണുപ്പ് സഹിക്കില്ല. വളർച്ചാ കാലത്ത് 2-3 ആഴ്ചയ്ക്ക് ഒരിക്കൽ ദ്രാവകവളം ഇട്ടുകൊടുക്കാം. പുഷ്പം കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞയായി ഉണങ്ങാം. ഇത് സാധാരണമാണ്. വെള്ളം കുറയ്ക്കുക. കുറച്ച് ആഴ്ചകൾ സസ്യത്തിന് വിശ്രമം നൽകുക. പുതിയ ഇലകൾ വരുമ്പോൾ വീണ്ടും നനയ്ക്കുക. ഇൻഡോർ പ്ലാന്റായും ഇവ ഉപയോഗിക്കാവുന്നതാണ്. ചെടിച്ചട്ടിയിലോ തോട്ടത്തിലോ ഇവ വളർത്താം. കല്ലലില്ലി വിഷമുള്ള സസ്യമാണ്. കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുട്ടികളെയും വളർത്തു മൃഗങ്ങളെയും അകറ്റി നിർത്തുക. കല്ലലില്ലി ഒരു അലങ്കാര പൂച്ചെടിയാണ്. ചട്ടിയിലും തോട്ടത്തിലുമായി എളുപ്പത്തിൽ വളർത്താൻ കഴിയും. മിതമായ ചൂടുള്ള കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമാണ്. കനത്ത തണുപ്പും അതികഠിന ചൂടും ഒഴിവാക്കണം. കേരളത്തിൽ വേനൽക്കാലം, മഴക്കാലം എന്നിവ നല്ലതാണ്. വെള്ളം നന്നായി ഒഴുകിപ്പോകുന്ന പോഷക സമൃദ്ധമായ മണ്ണാണ് ഇതിനാവശ്യം. തോട്ടമണ്ണ് 2 ഭാഗമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. കമ്പോസ്റ്റ്, വെർമിയ കമ്പോസ്റ്റ് ഒരു ഭാഗമായും മണൽ കോക്കോപിറ്റ് ഒരു ഭാഗമായും ഇടാവുന്നതാണ്. കല്ലലില്ലി റൈസോം ഉപയോഗിച്ചാണ് നട്ട് വളർത്തുന്നത്. 5 മുതൽ 7 സെൻറ്റിമീറ്റർ ആഴത്തിൽ റൈസോം നടുക. മുള വരുന്ന ഭാഗം മുകളിൽ ആയിരിക്കണം. ചെടികൾ തമ്മിൽ 30-45 സെൻറ്റിമീറ്റർ അകലം വേണം. നല്ല വെളിച്ചം ഇവർക്ക് ആവശ്യമാണ്. രാവിലെ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം നല്ലതാണ്. ഉച്ചയിലെ കഠിന സൂര്യപ്രകാശം ഒഴിവാക്കുക. മണ്ണ് എപ്പോഴും അല്പം ഈർപ്പമുള്ളതായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കരുത്. ചട്ടിയാണെങ്കിൽ ഡ്രെയിനേജ് ഹോള് അനിവാര്യമാണ്. 2-3 ആഴ്ചയ്ക്ക് ഒരിക്കൽ ദ്രാവകവളം കൊടുക്കാവുന്നതാണ്. പൂക്കാലത്ത് പൊട്ടാഷ് കൂടുതലുള്ള വളം നല്ലതാണ്. ജൈവവളമായി കമ്പോസ്റ്റ്, ചായ, പഞ്ചഗവ്യം ഉപയോഗിക്കാം. നട്ട് 8-12 ആഴ്ചയ്ക്കുള്ളിൽ പൂക്കൾ വരും. ശരിയായ പരിചരണത്തിൽ ഒരേ ചെടിയിൽ പല പൂക്കൾ ലഭിക്കും. പൂക്കാലം കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞയായി ഉണങ്ങും. ഈ സമയത്ത് വെള്ളം കുറയ്ക്കുക. വളം നിർത്തുക. 1-2 മാസം കഴിഞ്ഞ് വീണ്ടും മുള വരുമ്പോൾ നനവ് കൂട്ടുക. കല്ലലില്ലി വിഷമുള്ള സസ്യമാണ്. കുട്ടികളും വളർത്തുമൃഗങ്ങളും അകലം പാലിക്കുക. ഇന്നത്തെ വീഡിയോ തുടർന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.